ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 96. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 37 6 മുതൽ 15 വരെയുള്ളതാണ്. ഇതിലും ദേവത മരുത്തുക്കളാണ്. മരുത്തുക്കൾ എന്താണെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം തൊട്ടുകൂട്ടൽ, പ്രപഞ്ചം ഉണ്ടായത് മുതൽ പ്രപഞ്ചത്തിൻ്റെ ഘടന പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രലോകം പോലും ഇതുവരെ കണ്ടെത്താത്ത കാര്യമാണ് വേദത്തിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം ആ പ്രപഞ്ചഘടനയിൽ വരുന്നതാണ് മരുത്തുക്കൾ. അപ്പം മരുത്തുക്കൾ എന്താണെന്ന് ഒന്നുകൂടി പറയാം. കാരണം അത് കാണാതെ, പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാണാത്തവർക്കായിട്ട് പടത്തിലൂടെ തന്നെ ഒന്ന് പറയാം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വലിയ സ്പേസാണ്. ഗോളം മാതിരിയുള്ളൊരു സ്പേസാണ്. എടുക്കണം, അതായത് ഗോളം മാതിരിയുള്ള ഒരു സ്പേസ്, വലിയൊരു ഗോളം മാതിരിയുള്ളൊരു സ്പേസിൽ 7 ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 7 ഗോളങ്ങൾ. അത് സ്പേസാണ്. ഗോളന്മാരി ഇങ്ങനെ കട്ടിയായിട്ടുള്ളതല്ല, സ്പേസാണ്. 1 2 3 4 5 6 7 സ്പേസുകൾ ഗോളങ്ങൾ മാതിരി ഉണ്ട്. അതാണ് 7 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം പ്രപഞ്ചം വലിയൊരു ഗോളാകൃതിയിലുള്ള സ്പേസിൽ 7 ഗോളാകൃതിയിൽ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആ 7 ഈ 7 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം പ്രപഞ്ചം 7 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗോളാകൃതിയിലുള്ള സ്പേസിലാണ്. അതിൽ ഓരോന്നിലും പിന്നെയും 7 വെച്ച് ഗോളങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ 7 ഉണ്ട്, ഇതിൽ 7 ഉണ്ട്, ഇതിൽ 7 ഉണ്ട്, ഇതിലുണ്ട് 7 ഉണ്ട്, ഇതിൽ 7 ഉണ്ട്. ഇതുമെല്ലാം ഗോളാകൃതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ വെറും, അപ്പം ഇതൊരു ഗോളമല്ല. യഥാർത്ഥത്തിൽ ഗോളമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ നിന്നിരിക്കുകയാണ്. ഒരു 7 ഗോളങ്ങൾ രൂപത്തിൽ, ഇങ്ങനെ 7 ഗോളങ്ങൾ രൂപത്തിൽ ഒരു വലിയ ബോൾ മാതിരിയുള്ള നിലയിൽ നിന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും 7 ഭാവിച്ചപ്പോൾ ആകെ 49 ഉണ്ട്. ഈ 49 മരുത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതിൽ കേന്ദ്രത്തിലുള്ള ഇതിലല്ല നമ്മളുള്ളത് ഇപ്പുറത്തുള്ള ഒന്നിലാണ്. ഇതിലാണ് നമ്മളുള്ളത്. ഇവിടെയല്ല, കുറച്ച് ഇവിടെയാണ്, ഈ ഗോളത്തിലാണ്. ഈ ഗോളത്തിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളാണുള്ളത്. അതിങ്ങനെ ഒരു ഗോളന്മാര് നിൽക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്താണ് ഉള്ളത്. പക്ഷെ ഇത് എന്ന് പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ ഒരു ഗോളാകൃതിയിൽ നിന്നിരിക്കുകയാണ്. അതിലുള്ള കോടിക്കണക്കിനുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യനിൻ്റെ ചുറ്റുമുള്ള 9 ഗ്രഹങ്ങളിൽ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെവിടെയെത്തി? ഈ പ്രപഞ്ചത്തിൽ ഇതിലാണ് നമ്മളുള്ള. ഇതിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രമായ സൂര്യൻ്റെ ചുറ്റുന്ന 9 നവഗ്രഹങ്ങളിൽ ഒന്നിലായ ഭൂമിയിലാണ് നമ്മളുള്ളത്. അപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മളെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നിലത്ത് നോക്കുമ്പോൾ ഉറുപ്പിനെ കാണുമ്പോൾ നമുക്കൊന്നും ഭയങ്കരം ചെറുതാണ്. ബാക്ടീരിയനെല്ലാം ചിന്തിച്ച് നോക്കുക, വളരെ ചെറുതാണ്. ഈ പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമില്ല, ചിന്തകൾക്ക് പോലും ഒന്നുമില്ല. എന്നിട്ട് ഈ മരുത്തുക്കളെല്ലാം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ഗോളങ്ങളും പരസ്പരം കറങ്ങുന്നുണ്ട്, എല്ലാം കറങ്ങുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗോളങ്ങളെല്ലാം, മരുത്തുക്കളെല്ലാം 49 കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്തുള്ള നക്ഷത്രങ്ങളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ആകെ കറക്കമാണ്. ഇങ്ങനെ കറക്കുമ്പോൾ ചിലപ്പോൾ ചില മരുത്തുക്കൾ ഭൂമിയുടെ ഏകദേശം അടുത്ത് വരുമ്പോൾ അതിൻ്റെ സ്വാധീനം വളരെയധികം ഭൂമിയിലുണ്ടാകും. അപ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇത് ആധുനിക ശാസ്ത്രം, സയൻസ് കണ്ടെത്തണമെങ്കിൽ ഇനി എത്ര വർഷം പിടിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. കണ്ടെത്തുക എന്ന പ്രയാസമാണ്.
പക്ഷേ കണ്ടെത്തുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തോട് പ്രപഞ്ചത്തിൻ്റെ ഘടന വേദത്തിലൂടെ. അപ്പം ഇങ്ങനെ കറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഭൂമിയോടടുക്കുമ്പോൾ അത് ഭൂമിയിലെ ജലനിരപ്പെല്ലാം എല്ലാം ഉയർത്തും. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആറിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37:6 കോവാ വർഷിഷ്ട ആനാരോ ദിവശ്ചക്മശ്ച ധൂധയാം യത് സീമന്തം ന ധൂനധാം. ആകാശ ഭൂമികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന മരുത്ഗണങ്ങളിൽ ആരാണ് വലിയവൻ? അവർ വൃക്ഷങ്ങൾക്ക് സമാനമായി ലോകങ്ങളെ ഇളക്കി മറിക്കുന്നു. ആറിൽ പറയുകയാണ് ആകാശഭൂമികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന. അപ്പോൾ അതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ നമുക്കറിയാലോ, ഒരു പ്ലെയിന് നമ്മളെ വീട്ടിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ വീട് എന്തായിരിക്കും? കുലുങ്ങും. അതുപോലെ ഇവ ഭൂമിയുടെ അത്ര അടുത്തൊന്നും വരാൻ പറ്റില്ല, എന്നാലും അടുത്ത് വരുമ്പോൾ അവ കൊണ്ടുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന, ആകാശത്തെയും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്ന മരുത്തുക്കളെ നിങ്ങളിൽ ആരാണ് വലിയവൻ? അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് വലിയവൻ എന്ന്. കാരണം ആകെ 49 ഉണ്ട്. ഈ 40 നിങ്ങൾ ആരാണ് ഏറ്റവും വലിയവൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ വൃക്ഷത്തിൻ്റെ ശാഖകളെ പോലെ ലോകത്തെ ഇളക്കി മറിക്കുന്നു. ഇവ സഞ്ചരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ ശാഖകൾ ഇളകുന്ന മാതിരി ലോകങ്ങൾ ഇളകി മറിക്കപ്പെടും. ഇനി നമുക്ക് 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37:7 നിവോ യാമായ മാനുഷോ ദത്ര ഉഗ്രായ മന്യവേ ജിഹീത പർവ്വതോഗിരി. മരുദ്ഗണങ്ങൾ മഹാപർവ്വതങ്ങളെയും വിറപ്പിക്കുന്നു. അവരുടെ ഗതിയിലും ക്രോധത്തിലും ഭയഭീതരായ മനുഷ്യർ വീടുകൾക്ക് ഉറപ്പുള്ള തൂണുകൾ നാട്ടിയിരിക്കുന്നു. ഇവിടെ പറയാണ് മരുത്തുക്കളെ നിങ്ങളുടെ വേഗതയിലും, അത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല ഈ ഗോളങ്ങളെല്ലാം, അതിനെല്ലാം പോകാൻ വഴികളുണ്ട്, അല്ലാതെ കൂട്ടിമുട്ടൊന്നുമില്ല. അത്ര വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അവ ക്രോധിച്ചിട്ടാണ് സഞ്ചരിക്കുന്നത്. അത് ശബ്ദവും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ആ ശാസ്ത്രജ്ഞന്മാരെ തന്നെ കേട്ടിട്ടുണ്ട്, ആകാശത്തിൽ എന്തോ ഒരു ഇരമ്പല് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് ശബ്ദിച്ചുകൊണ്ട് വിമാനം പോകുന്ന മാതിരിയാണ് ഇത് പോകുന്നത്. അപ്പം പേടിച്ച മനുഷ്യര് എന്ത് ചെയ്യുകയാണ്? ഉറപ്പുള്ള തൂണുകളിൽ വീടുകൾ നിർമ്മിക്കുകയാണ്. അപ്പം വീടെല്ലാം നിർമ്മിക്കുമ്പോൾ നല്ല ഉറപ്പുള്ള തൂണിൽ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ ഇവ സഞ്ചരിക്കുമ്പോഴുള്ള ആകർഷണ ബലം കൊണ്ട്, പ്രകമ്പനം കൊണ്ട് നമ്മൾ ഇതിനിടക്ക് മലയിടിച്ചിലെല്ലാം കണ്ട് വീടെല്ലാം കുത്തി ഒലിച്ചങ്ങ് പോയി. ഇതൊന്നും നമ്മൾ എന്തൊരു ശാസ്ത്രലോകം, നമ്മളിപ്പോൾ ആകാശത്തിലെ മഴേനെയും എല്ലാം നോക്കിക്കൊണ്ട് ന്യൂനമർദ്ദവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മഹാപർവ്വതങ്ങളെപ്പോലും വിറപ്പിക്കും. അത് അടുത്തോട്ട് പോകുമ്പോൾ ഈ പർവ്വതങ്ങളെല്ലാം വിറക്കും. അങ്ങനെ പർവ്വതങ്ങൾ വിറച്ചിട്ട് തന്നെയാണ് എന്തുണ്ടായത്? വയനാട്ടിൽ ദുരന്തമുണ്ടായത്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37:8 യേഷാം അച്മേഷു പൃഥ്വീം ജുജൂർവാം ഇവ വിഷ്പതി ഭിയായാമേഷു രേജതേ. മരുത്ഗണങ്ങളുടെ ഗതിവേഗത്തിൽ ഭൂമി വയസ്സൻ രാജാവിനെ പോലെ ഭയം കൊണ്ട് ഞെട്ടിവിറയ്ക്കുന്നു. മരുത്തുക്കളുടെ ചലനത്തിൽ, ഭയങ്കരമായ വേഗതയിലുള്ള ചലനത്തിൽ ഭൂമി വയസ്സനെ പോലെ വിറക്കുമെന്നാണ് പറയുന്നത്. ഭയം കൊണ്ട് ഞെട്ടി വിറക്കുന്നു. ഈ മരുത്തുക്കൾ സഞ്ചരിക്കുമ്പോൾ ഭൂമി വയസ്സന്മാരെപ്പോലെ വെട്ടി വിറക്കും, ഭയന്നിട്ട്. നമുക്കിതിനൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രപഞ്ച ഘടനയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1
സൂക്തം 37:9. സ്ഥിരം ഹി ജാനമേഷാം വയോ മാതുർ നിരേതവേ യത് സീമനു ദ്യുതാ ശവഃ. മരുത് ഗണങ്ങളുടെ ജന്മസ്ഥാനമായ ആകാശം സ്ഥിരമാണ്. അവരുടെ മാതാവായ ആകാശത്തിൽ പക്ഷികളുടെ ഗതിയും നിർബാധമാണ്. ഇവരുടെ ശക്തി ഇരട്ടിയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പറയുകയാണ് ഇവരുടെ ജന്മസ്ഥലം ആകാശമാണ്. ആകാശത്തിൽ പ്രപഞ്ചത്തിലാണ് ഇവ ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ മാതാവ്, അപ്പം മാതാവാണ് ആകാശം, മാതാവായിട്ട് ചിത്രീകരിക്കുക. അവിടെ എന്തുണ്ട്? നമ്മുടെ ഈ ആകാശത്തിലെല്ലാം പക്ഷികൾ നിർബാധം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷികളെ സഞ്ചാരത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരുടെ ശക്തി എന്താകുന്നത്? ഇരട്ടിയായിട്ട് ചിലപ്പം വർദ്ധിക്കും. കാരണം ചിലപ്പോൾ ചിലതെല്ലാം ഭൂമിയോട് അടുക്കുമ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിയായിട്ട് മാറും. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37:10. ഉദുത്വേ സൂനവോ ശിരകാഷ്ട അത്മേഷു യത്നത വാശ്ര അഭിജ്ഞു യാദവേ. ആകാശത്തിൽ ജനിച്ചവരും വാഗ്ജനകരുമായ മരുത്തുക്കൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി ജലം വിസ്തീർണമാക്കിയിരിക്കുന്നു. അമറിക്കൊണ്ട് കുതിച്ചു പായുന്ന പശുക്കളുടെ മുട്ടോളം ജലം ഉയരുന്നു. അന്തരീക്ഷത്തിൽ ഉത്ഭവിച്ചവർ ഉണ്ടായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അന്തരീക്ഷത്തിലൂടെ അത് പ്രപഞ്ചത്തിന്റെ സ്ഥലത്തുകൂട്ടി അതിങ്ങ് വരുമ്പോൾ അവർ സഞ്ചരിക്കുമ്പോൾ ജലം വിസ്തൃതമാക്കും. ജലം എന്താവും? ഭൂമിയിലെ ജലമെല്ലാം ഉയരും. അവയുടെ ആകർഷണ ബലം കൊണ്ട് നമുക്കറിയാലോ, ചന്ദ്രൻ വെളുത്ത വാവിനെല്ലാം ഭൂമിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചന്ദ്രന്റെ ആകർഷണ ബലം കൊണ്ട് അത് നമ്മൾ ചെറിയ സയൻസിൽ പഠിച്ചത് തന്നെയാണ്. ഈ ചന്ദ്രനെ കൊണ്ട് ഇതാവുമെങ്കിൽ ഈ മരുത്തുക്കൾ അടുത്തൂട്ടെ പോകുമ്പോൾ എന്തു പറ്റും? അപ്പോൾ അമറിക്കൊണ്ട് പശുക്കളെല്ലാം എന്ത് ചെയ്യും? പശുക്കളുടെ മുട്ടോളം ജലം ഉയരും. അപ്പം പശുക്കളെല്ലാം അമറും ഈ വെള്ളം ഉയരുന്ന കണ്ടിട്ട്. എന്നിട്ട് അവരുടെ മുട്ടോളം, പശുക്കളുടെ മുട്ടോളം ജലം ഉയരും എന്ന് പറയുകയാണ് ഇവ അടുത്തൂട്ട് പോകുമ്പോൾ. അപ്പം ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണം ഈ മരുത്തുക്കളുടെ ചലനമാണ്. നമുക്ക് മരുത്തുക്കളെ പോയിട്ട് ആകാശത്തിലെ ആകെ നക്ഷത്രത്തെകളെ, അപ്പം ഇത്രയും കോടിക്കണക്കിന് നക്ഷത്രം കൂടിച്ചേർന്ന ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ വേറെ എത്രയുണ്ട്? 48 വേറെയുണ്ട്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37:11. ത്വം ചിത്ഖാ ദീർഘം പൃഥ്വീം മിഹോ നിപാതം അമൃത്രം പ്രച്യാവയന്തി യാമഭിഹി. മരുദ്ഗണങ്ങൾ ഗംഭീരമായ മേഘസമൂഹത്തെ തങ്ങളുടെ ഗതിവേഗത്താൽ ഛിന്ന ഭിന്നമാക്കുന്നു. ഈ മരുത്തുകൾ എന്ത് ചെയ്യും? മേഘങ്ങളെ സഞ്ചരിക്കുമ്പോൾ ഈ മേഘങ്ങളെയെല്ലാം ഛിന്ന ഭിന്നമാക്കും. പല മേഘങ്ങളെയും, മഴയുടെ മേഘങ്ങളെയെല്ലാം പരസ്പരം കൂട്ടിച്ച് ഇടിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യും. അപ്പം തോരാതെ മഴ പെയ്യും. ഈ മരുത്തുക്കള് ഭൂമിയോട് അടുക്കുമ്പോൾ ഈ 49 കടന്ന് കറങ്ങിയല്ലേ, അതിൻ്റെ എല്ലാം പൊസിഷനനുസരിച്ച് ഭൂമിയിൽ എന്തുണ്ടാകുന്നു? മേഘങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചലിക്കും. എന്നിട്ട് മഴയായിട്ട് പെയ്യും, ഛിന്ന ഭിന്നമാക്കും. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 37:12. മരുതോ യഥവോബലം ജനാം അജുച്യവീതന ഗിരീന ചുച്യവീതന. മരുത്കണങ്ങൾ സ്വന്തമായ ശക്തി കൊണ്ട് മനുഷ്യരെ കർമ്മങ്ങൾക്കായി പ്രേരിപ്പിക്കുകയും മേഘങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മരുത്തുക്കൾ മനുഷ്യരെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഈ മരുത്തുക്കളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെ നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങൾ മാത്രമല്ല, മരുത്തുക്കളാണ്. ആ മരുത്തുക്കളുടെ പൊസിഷൻ അനുസരിച്ചാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 തരം യുഗങ്ങളിലൂടെ ലോകം കറങ്ങുന്നത്. ഈ മരുത്തുക്കൾ കറങ്ങുന്നതനുസരിച്ച് അതെന്തും ചെയ്യുന്നുണ്ട്?
മേഘങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മേഘങ്ങളെ പ്രവർത്തിപ്പിച്ച് മഴ പെയ്യിക്കുന്നതും ഈ മരുത്തുക്കളുടെ സഞ്ചാരമനുസരിച്ചാണ്. ഇനി 13. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37-13. യഥയാന്തി മരുത സംഹ ബ്രവതേധ്വന ശൃണോതി കശ്ചിദേഷാം. മരുദ്ഗണങ്ങൾ സഞ്ചരിക്കുമ്പോൾ മാർഗമധ്യേ അവർ സംസാരിക്കുന്നു, അവരുടെ ശബ്ദം ആരോ ശ്രവിക്കുന്നു. മരുത്തുക്കൾ സഞ്ചരിക്കുന്നു. അപ്പൊ ഈ മരുത്തുക്കളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. മാർഗമധ്യേ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്ന്. അപ്പം ഒരു മരുത്ത് മറ്റൊരു മരുത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ ട്രെയിനുകൾ, ഒരു ട്രെയിനിൻ്റെ കൂടെ മറ്റേ ട്രെയിൻ പോകുമ്പോൾ ഇരമ്പലെ ശബ്ദം കേൾക്കുന്നില്ല നമ്മൾ. അതുപോലെ ഒരു മരുത്തിൻ്റെ അടുത്ത് മറ്റേ മരുത്ത് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ സംസാരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ആരാണ്, ആ സംസാരിക്കുന്ന ശബ്ദം ആരാണ് കേൾക്കുന്നതെന്ന് നമ്മൾ കേൾക്കുന്നില്ല ആ ശബ്ദം. പക്ഷെ ആരാണ് കേൾക്കുന്നതെന്ന് എന്ത് ചോദിച്ചാൽ ചിലർക്കെല്ലാം കേൾക്കാൻ പറ്റും. ആർക്കാണ്? ശാസ്ത്രലോകത്തിന് ആകാശത്ത് വലിയ ഇരമ്പല് കേൾക്കുന്നുണ്ട്. അവർക്കത് മനസ്സിലായിട്ടില്ല, എവിടെ നിന്നായി ശബ്ദം വരുന്നു എന്നൊന്നും അവർക്ക് പിടികിട്ടിയിട്ടില്ല. അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചുക്കും പിടികിട്ടിയിട്ടില്ല. കാരണം ഇത്രയേ ഉള്ളതിൽ ഇതാണ് പ്രപഞ്ചം. അതിൽ ഈ നടുവിലുള്ള ഇതിൻ്റെ ഈ ഒന്നിലാണ് നമ്മളുള്ളത്. ഈ ഒന്നിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളത്. ഒന്നിന് നക്ഷത്രത്തിൻ്റെ സൂര്യത്തിൻ്റെ അതിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഇവന്മാരുടെ ഈ റോക്കറ്റ് വിട്ടുകൊണ്ട് കളിക്കുന്നത്. അപ്പം ശാസ്ത്രലോകത്തിന് ഒരു ചുക്കും, പ്രപഞ്ചത്തെ പറ്റിയുള്ള ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ആരാ കേൾക്കുന്നതെന്ന് വെച്ചാൽ അവർ ശബ്ദം കേട്ടിട്ടുണ്ട്. അത് നമുക്ക് യൂട്യൂബിലെല്ലാം നോക്കിയാൽ കാണാം. ഇനി 14. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37-14. പ്രയാത ശീഭമാശുഭി സന്ധി കണ്വേഷു വോതുവാ തത്രോഷു മാതയാത്വൈ. വേഗതേറിയ വാഹനങ്ങളിൽ വേഗം വന്ന് കണ്ണുവംശീയരും മറ്റ് വിദ്വാൻമാരും ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് അവരിൽ സന്തുഷ്ടരാകാൻ മരുദ്ഗണങ്ങളോട് അപേക്ഷിക്കുന്നു. പറയുകയാണ്, മരുത്തുക്കളെ നിങ്ങൾ വേഗത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുക. നമ്മളെ ഋഷികൾ ആരെല്ലാം? കണ്വംശീയരും മറ്റു വിദ്വാൻമാരും ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. നിങ്ങൾ വരുന്നത് നോക്കിക്കൊണ്ട് നിങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുക എന്ന് പറയുകയാണ്. അതായത് ഈ കണ്വഗോത്രത്തിൽപ്പെട്ട ഋഷികളെല്ലാമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെല്ലാം മനസ്സിലാക്കിയിട്ട് വേദത്തിലൂടെ എഴുതി തന്നിട്ട് അവർ അതും നോക്കിയിരിക്കുകയാണ്. അവർ നിങ്ങൾ വരിക, നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മളെല്ലാം എന്നിട്ട് അനുഗ്രഹിച്ചിട്ട് പോവുക എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതി തന്നിട്ടും ഉണ്ട്. ഇനി 15. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 37-15. അസ്തി ഹീഷ്മാമദായ വാസ്മസി ഷ്മാവയമേഷാം വിശ്വാം ചിദാഗുർജീവസേ. മരുദ്ഗണങ്ങളെ പ്രസാദിപ്പിക്കാൻ ധാരാളം ഹവിസ് തയ്യാറാക്കിയിരിക്കുന്നു. ഞങ്ങൾ ആയുപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഹാജരായി പ്രാർത്ഥിക്കുന്നു. ഇത് പറയാണ്, ഈ ഋഷികളെല്ലാം നമ്മളെല്ലാം നിങ്ങൾക്ക് ഹവിസ് അർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് ആ ഹവിസ് സ്വീകരിച്ചിട്ട് നമ്മുടെ ആയുസ്സെല്ലാം ഒന്ന് വർദ്ധിപ്പിച്ച് തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളുടെ ആയുസ് പോലും, ആയുസ് എന്ന് പറഞ്ഞാൽ ഈ മലയെല്ലാം ഇളകി പൊട്ടി വീണ് കഴിഞ്ഞാൽ ആയുസ് അതോടുകൂടി പോയില്ലേ. പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കമെല്ലാം ഉണ്ടായിട്ട് മൂടിപ്പോയാലോ. അപ്പം ഇതെല്ലാം നമ്മൾ ആയുസ്സല്ല ഇവരെയെല്ലാം ആശ്രയിച്ചിരിക്കുക. അവരോട് പ്രാർത്ഥിക്കുകയാണ്, നമ്മളെന്ന് രക്ഷിച്ചേക്കണേ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇതാണ് മരുത്തുക്കളെ പറ്റിയുള്ള പരാമർശം. ഇനി നമുക്ക് 38-ാമത്തെ സൂക്തത്തിലേക്കാണ് പോകേണ്ടത്.
അവിടെയും ദേവത മരുത്തുക്കളെ പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്താത്ത ജ്ഞാനമെല്ലാണ് നമ്മൾ ഇതിലൂടെ വേദത്തിലൂടെ ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ലോകം പോലും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ശാസ്ത്രലോകം പോലും വേദത്തെ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ വേദത്തിലൂടെ വെളിയിലേക്ക് വിടുന്നത്. അപ്പോൾ അത് എത്തേണ്ടടുത്ത് എത്തുക തന്നെ വേദത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം കണ്ടെത്ത എത്ര കാലം പിടിക്കും. എന്നും നമ്മൾ മരുത്തുക്കൾ, നമ്മൾ നിൽക്കുന്ന ഒരു മരുത്തിലാണ് എന്ന കാര്യം പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കുറേ ദ്വീപ് കണക്കാണ്, 7 ദ്വീപ് കണക്ക്, 7 ഗോളം. അതിൻ്റെ അകത്ത് ഓരോന്നിനും 7 ഉണ്ട്, അതിൻ്റെ പുറത്തുമുണ്ട് 7 കൂടിയ വേറെയും. ഇങ്ങനെ ആകെ 49, അങ്ങനെ 7 ലോകങ്ങൾ. അപ്പോൾ അടുത്തതിനി കാണാം.